I was listening to the young lady who sang Vande Mataram. ഞാൻ ഇവിടെ ആ വന്ദേ മാതരം പാടിയ ആ കൊച്ചു കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. Where is she gone? എവിടെയാണ് ആ കുട്ടി? എവിടെ Where is she? എവിടെ വന്ദേ മാതരം പാടിയ കുട്ടി? എന്ത്? Come. I was listening and I was thinking to myself. ഞാനത് കേൾക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. I was thinking to myself how beautifully she sang this song. ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്നോട് തന്നെ, എത്ര മനോഹരമായാണ് ആ കുട്ടിയുടെ പാടിയത്. In front of such a huge crowd. How old are you? ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ ആ കുട്ടി എങ്ങനെയാണ് പാടിയത്? Without any fear. ഒരു ഭയവുമില്ലാതെ. She represents the women of Kerala. ഇവരാണ് കേരളത്തിലെ സ്ത്രീത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. Fearless, courageous. ഭയമില്ലാതെ ഉള്ള ഒരു സ്ത്രീത്വത്തെയാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത്. And don't think what you heard didn't take hard work. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കേട്ടതിന്റെ പിന്നിൽ ഒരു കഠിന പ്രയത്നമില്ലായിരുന്നു എന്ന് ചിന്തിക്കരുത്. Don't think that she did not sing for hours and hours and hours and hours to sing as beautifully as she did today. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഇവിടെ നിന്ന് ഇത്രയും മനോഹരമായി അത് പാടുവാൻ എത്ര മണിക്കൂറുകൾ അവർ പാടി പഠിച്ചതായിരിക്കും. And that is why we want to make sure that every young girl in Kerala, every woman in Kerala is protected. അതുകൊണ്ടാണ് നമ്മൾക്ക് ഉറപ്പാക്കേണ്ടത്, കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരായ വിദ്യാർത്ഥിനികളെയും സംരക്ഷണം വേണമെന്ന് നമുക്ക് ഉറപ്പാക്കേണ്ടത് അതുകൊണ്ടാണ്. So that is why bus travel in Kerala for women is going to be free after the UDF comes to power. അതുകൊണ്ടാണ് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്കുള്ള KSRTCയിലെ ബസ് യാത്ര പരിപൂർണമായി സൗജന്യമായിരിക്കും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. And every college going girl, every girl who's going to university in Kerala is going to get 1,000 rupees a month every month to support her. അതുകൊണ്ടാണ് കോളേജിൽ